ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മിൽക്ക് 2 കപ്പ്, ബ്രെഡ് ക്യൂബ്സ് ആക്കി മുറിച്ചത് 1 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, മുട്ട 3 എണ്ണം, ബട്ടർ 1 ടേബിൾ സ്പൂൺ. ആദ്യമേ നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ എഗ് യോക്സിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലേക്ക് ബട്ടർ ചേർത്ത് നല്ല ക്രീമി ആയിട്ട് വിസ്ക് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് പാലിലേക്ക് 1 കപ്പ് ബ്രെഡ് സോക്ക് ചെയ്യാൻ വെക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി സോക്ക് ചെയ്തിട്ടുണ്ട്. ചൂട് പാലാണ് നല്ലത്. ഇത് നന്നായി ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ബ്രെഡ് നല്ലവണ്ണം വിസ്ക് ചെയ്ത് യോജിപ്പിക്കണം. നമ്മുടെ ഇത് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. ഞാൻ അതിനു വേണ്ടി ഒരു ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ തേക്കണം. സ്റ്റീമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഡിഷിലേക്ക് മാറ്റാം. സ്റ്റീമറിൽ വെക്കുന്നതിന് മുമ്പ് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. സ്റ്റീമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റീമറിലേക്ക് വെക്കാം. പുഡിംഗ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് മെറൈൻ റെഡിയാക്കാം. നമ്മൾ മാറ്റി വെച്ച 3 മുട്ടയുടെ വെള്ള, പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. ഇനി നമുക്ക് മെറൈൻ റെഡിയാക്കാം. ഇനി അല്പമായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ആയോ എന്ന് തുറന്നു നോക്കാം. പുഡിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജാം സ്പ്രെഡ് ചെയ്യാം. ചൂടായിട്ട് ജാം സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ജാം ഈവൻലി സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മെറൈൻ ടോപ്പ് ചെയ്യാം. മെറൈൻ ടോപ്പ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഓവനിൽ വെക്കുന്നതാണ് നല്ലത്. ഇത് ബേക്ക് ചെയ്തില്ലെങ്കിലും സാരമില്ല. മെറൈൻ ടോപ്പ് ചെയ്തതിന് ശേഷം റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പുഡിംഗ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ തയ്യാറാക്കിയ പുഡിംഗ് ആണിത്. താഴെ പുഡിംഗ്, മേളി പൈനാപ്പിൾ ജാം, പിന്നെ മെറൈൻ.
നമ്മുടെ ഒഫീഷ്യൽ ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. മാത്തു കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ബൈ. ഞാൻ ഇതെല്ലാം നീ നിക്കതാ, ഞാൻ കഴിക്കണല്ലോ ഇത്, ഞാൻ കഴിക്കണോ ഇത്. ഞാൻ കഴിക്കണോ, ഞാൻ കഴിക്കണല്ലേ.